ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 11,361. ആകെ 1,11,124 പരിശോധനയാണ് നടന്നത്. ഇന്നത്തെ മരണസംഖ്യ 90. ഇപ്പോൾ 1,07,682 പേരാണ് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.5%. ഏറ്റവും ഉയർന്ന നിരക്ക് മലപ്പുറം ജില്ലയിലാണ്, 13.8%. 8.8% കോട്ടയത്താണ് ഏറ്റവും കുറഞ്ഞ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോട്ടയത്തിന് പുറമെ ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ TPR 10%-ലും താഴെയാണ്. ബാക്കി 10 ജില്ലകളിലും 10 മുതൽ 13.8% വരെയാണ് നിരക്ക് കാണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റിയുടെ ഉയർച്ചാ നിരക്കിൽ 15% കുറവ് വന്നിട്ടുണ്ട്. കേസുകളുടെ വളർച്ചാ നിരക്കിൽ 42% കുറവ് വന്നിട്ടുണ്ട്. ജൂൺ 11, 12, 13 ദിവസങ്ങളിലെ പുതിയ കേസുകളുടെ ശരാശരി എണ്ണത്തേക്കാൾ 4.2% കുറവ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആക്റ്റീവ് കേസുകളുടെ എണ്ണത്തിൽ 14.43% കുറവാണുണ്ടായത്. 10.04% കുറവ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും ഉണ്ടായിട്ടുണ്ട്. 40 ദിവസത്തോളം നീണ്ട ലോക്ക്ഡൗണിനെ തുടർന്ന് രോഗവ്യാപനത്തിൽ വന്ന കുറവ് കണക്കിലെടുത്ത് ഇളവുകൾ വരുത്തി നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തരംതിരിച്ച് അതിനനുസൃതമായ നിയന്ത്രണങ്ങളാണ് നടപ്പാക്കുന്നത്. ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായ സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. ലോക്ക്ഡൗൺ ഘട്ടത്തിൽ പുലർത്തിയ ജാഗ്രത ഇനിയും തുടരണം. തീവ്രവ്യാപനശേഷിയുള്ള ഡെൽറ്റ വൈറസിനെയാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ രീതിയിൽ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇരട്ട മാസ്കുകൾ ധരിക്കാനും ചെറിയ കൂടിച്ചേരലുകൾ പോലും ഒഴിവാക്കാനും പൊതുസ്ഥലത്തെന്ന പോലെ വീടുകൾക്കകത്തും കരുതലുകൾ സ്വീകരിക്കാനും ശ്രദ്ധിക്കണം. മുൻപ് നിരവധി തവണ വിശദമാക്കിയതുപോലെ അടുത്ത് ഇടപെടലുകളും ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കണം. കടകളിലും തൊഴിൽ സ്ഥാപനങ്ങളിലും അതീവ ജാഗ്രത പുലർത്തണം. അടഞ്ഞ സ്ഥലങ്ങൾ വേണ്ട എന്ന് വെക്കണം. വായു സഞ്ചാരമുള്ളിടങ്ങളിലാകട്ടെ ഇടപെടലുകളൊക്കെ. മൂന്നാം തരംഗത്തിൻ്റെ സാധ്യത പലരും പ്രവചിച്ചിരിക്കുകയാണ്. അത് നാം കണക്കിലെടുക്കണം. മൂന്നാം തരംഗത്തിൻ്റെ
സാധ്യതയെക്കുറിച്ച് കണക്കിലെടുക്കുമ്പോൾ ഈ ഡെൽറ്റ വൈറസിനേക്കാൾ വ്യാപനശേഷിയുള്ള ജനിതക വ്യതിയാനം സംഭവിച്ച കോവിഡ് വൈറസിൻ്റെ ആവിർഭാവം തള്ളിക്കളയാനാവില്ല. ഇപ്പോഴതില്ല, പക്ഷേ നാം അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ സമൂഹം നാം മാത്രമായി കഴിയുന്നൊരു സമൂഹമല്ല. ഇവിടത്തേക്ക് വന്നു ചേരുന്നവരുണ്ട്. ഇവിടുന്ന് പോയി ഇങ്ങോട്ട് എത്തിപ്പെടുന്നവരുണ്ട്. ഇത്തരം ആളുകൾ കാണുമ്പോൾ നല്ല ആരോഗ്യവാന്മാർ തന്നെയായിരിക്കും. ചിലപ്പോൾ ആവശ്യമായ രോഗപ്രതിരോധ ശേഷിയും അവർക്കുണ്ടാകാം. കാരണം വാക്സിനേഷനൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ വാക്സിനേഷൻ എടുത്തവരിലും ഈ വൈറസ് കടക്കാം. അങ്ങനെ അതിവ്യാപന ശേഷിയുള്ള ആ വൈറസുമായി ഇവിടെ എത്തിപ്പെടുന്നയാൾക്ക് അനേകം ആളുകൾക്ക് ആ വൈറസ് കൊടുക്കാൻ സാധിക്കും. ഈ സാധ്യത നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ തുടർച്ചയായുള്ള നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പ്രത്യേകത പറയുന്നത്. ഡെൽറ്റ വൈറസ് തന്നെ അതിതീവ്ര വ്യാപനശേഷിയുള്ളതാണ്. അപ്പോൾ തീവ്ര വ്യാപനശേഷിയുള്ള ഡെൽറ്റ വൈറസാണ് ഇപ്പം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായി മാറിയിട്ടില്ല. ഇപ്പോൾ വരുന്ന ഒരു പ്രശ്നം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8% താഴെയായവർ, അതേപോലെ തന്നെ അത്തരം പ്രദേശങ്ങൾ 8%-നും 20%-നും ഇടയിലുള്ളവർ, അത്തരം പ്രദേശങ്ങളിലൊക്കെ നല്ല ഇളവുകളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ അവിടങ്ങളിൽ വസിക്കുന്നവർ ഈ പ്രശ്നം ഇനി ഇവിടെ ഇല്ല എന്നൊരു ബോധത്തിൽ ചിലരെത്തുന്നുണ്ട്. അത് അങ്ങേയറ്റം അപകടകരമായ ഒന്നാണ്. അലംഭാവം കൂടുതൽ വ്യാപനത്തിലേക്ക് എത്തിച്ചേക്കാം. 8%-ൽ താഴെയുള്ളവരെ 8%-ന് മുകളിലേക്ക് എത്തിച്ചേക്കാം. 20%-ൽ താഴെയുള്ളവരെ 20%-ന് മുകളിലേക്ക് എത്തിച്ചേക്കാം. അപ്പോൾ ഈ പറയുന്ന വ്യാപനത്തോത് കുറഞ്ഞിരിക്കുന്നു എന്നത് നാം കാണിച്ച ജാഗ്രതയുടെ ഫലമായിട്ടാണ്. ആ ജാഗ്രത നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ കൂടുതൽ വ്യാപനത്തിലേക്ക് നീങ്ങിയേക്കാം. അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസവും ചെറുതായിരിക്കില്ല. അതുകൊണ്ടാണ് ഇവിടങ്ങളിൽ ആവശ്യമായ കരുതലും കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കലും ഉണ്ടാകണം. അതിലൊരു വിട്ടുവീഴ്ചയും അനുവദിക്കാനാവില്ല എന്നത് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിയന്ത്രണങ്ങൾ നാം തന്നെ പാലിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോവുക എന്താണ് വേണ്ടത്. അതിലൂടെയാണ് ഈ രണ്ടാം തരംഗത്തെ കൂടുതൽ നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനും മൂന്നാം തരംഗത്തെ പ്രതിരോധിക്കാനും കഴിയുക എന്നത് നാം എല്ലാവരും ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. മൂന്നാം തരംഗത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ആരോഗ്യമേഖലയിലെ വിദഗ്ധരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അത്തരം ചർച്ചകൾ, പഠനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഏറ്റവും
മോശമായ സാഹചര്യത്തെ നേരിടാൻ ആവശ്യമായ തയ്യാറെടുപ്പ് തന്നെയാണ് സർക്കാർ നടത്തുന്നത്. ഒരു തരത്തിലുള്ള അലംഭാവവും ഈ കാര്യത്തിൽ ഉണ്ടാകില്ല. കുട്ടികളുടെ വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങൾ വിജയകരമായി മുന്നോട്ട് പോകുന്നുവെന്ന വാർത്തകൾ വലിയ പ്രത്യാശ നൽകുന്നതാണ്. 12 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ട വാക്സിനേഷൻ അധികം വൈകാതെ ലഭ്യമായേക്കാം. അമേരിക്കയിൽ ആ പ്രായപരിധിയിൽപ്പെട്ട കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകിത്തുടങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിൽ ഏകദേശം 40% പേർക്ക് ആദ്യത്തെ ഡോസ് വാക്സിൻ ഇതുവരെ നൽകാൻ സാധിച്ചു. ഇത് ആശ്വാസകരമായ കാര്യമാണ്. വാക്സിൻ ലഭ്യമാകുന്ന മുറക്ക് ത്വരിതഗതിയിൽ അതിൻ്റെ വിതരണം നമ്മൾ നടത്തുന്നുണ്ട്. നല്ല കാര്യക്ഷമതയോടെ തന്നെയാണ് വാക്സിൻ വിതരണം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ മറ്റൊരിടത്തുമില്ലാത്ത വിധം ഒട്ടും തന്നെ പാഴായി പോകാതെ വാക്സിൻ വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത്. വാക്സിനേഷൻ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത്. അതേസമയം വാക്സിൻ കേന്ദ്രങ്ങളിലെ തിരക്കൊഴിവാക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാക്സിൻ കേന്ദ്രങ്ങൾ രോഗവ്യാപനത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറരുത്. അധികൃതരും ജനങ്ങളും ഇക്കാര്യത്തിൽ ഒരുപോലെ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. വാക്സിൻ ലഭിക്കുന്നില്ല എന്ന ഭീതിയോടെ ആരും കഴിയേണ്ടതില്ല. വാക്സിൻ ലഭ്യമാകുന്നതിനനുസരിച്ച് ഒട്ടും താമസിപ്പിക്കാതെ അത് വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണ്. എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുക തന്നെ ചെയ്യും. പക്ഷേ വാക്സിൻ ലഭിക്കുന്നില്ല എന്നൊരു ആശങ്കയോടെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ വന്ന് ആൾക്കൂട്ടം സൃഷ്ടിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായി രോഗബാധയുണ്ടാകാനും ജീവൻ അപകടത്തിലാവുകയും ചെയ്യും എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ്. ഇവിടെ നാം കാണുന്നത് വലിയൊരു ശതമാനം ആളുകൾക്ക് വാക്സിൻ ലഭ്യമാക്കുക, അതിലൂടെ സാമൂഹിക പ്രതിരോധം ആർജിക്കാൻ സാധിക്കുക. ഇതാണ് നാം ലക്ഷ്യമിടുന്നത്. ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കർ മൈക്കോസിസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനനുസരിച്ച് ഇതുവരെ 73 കേസുകളാണ്. അതിൽ 50 പേരാണ് ഇപ്പോഴും ചികിത്സയിലുള്ളത്. 8 പേർ രോഗമുക്തരായി, 15 പേർ മരണപ്പെട്ടുപോയി. സർക്കാർ ആശുപത്രികളിൽ നിലവിലുള്ളത് 3040 ICU കിടക്കകളാണ്. അതിൽ 1137 കിടക്കകൾ കോവിഡ് രോഗികളുടെയും
736 കിടക്കകൾ കോവിഡേതര രോഗികളുടെയും ചികിത്സക്കായി ഉപയോഗിക്കുകയാണ്. സർക്കാർ ആശുപത്രികളിലെ 63.6% ICU കിടക്കകളാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ 7468 ICU ബെഡുകളിൽ 1090 എണ്ണമാണ് കോവിഡ് രോഗികളുടെ ചികിത്സക്കായി ഉപയോഗിക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ നിലവിലുള്ള ആകെ വെന്റിലേറ്ററുകളുടെ എണ്ണം 2293 അതിൽ 611 വെന്റിലേറ്ററുകൾ കോവിഡ് രോഗികളുടെ ചികിത്സക്കായി ഉപയോഗിക്കുന്നുണ്ട്. 163 കോവിഡേതര രോഗികളുടെ ചികിത്സക്കായാണ് ഉപയോഗിക്കുന്നത്. സർക്കാർ ആശുപത്രികളിലെ മൊത്തം വെന്റിലേറ്ററുകളുടെ 33.8% ഉപയോഗത്തിലുള്ളത്. സ്വകാര്യ ആശുപത്രികളിലെ 2432 വെന്റിലേറ്ററുകളിൽ 508 നിലവിൽ കോവിഡ് ചികിത്സക്കായി ഉപയോഗിക്കുന്നത്. കോവിഡ് വ്യാപനം വന്നപ്പോൾ പല ആശുപത്രികളിലും കോവിഡ് ചികിത്സക്ക് പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. ചിലത് പൂർണ്ണമായും കോവിഡ് ചികിത്സക്ക് ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇത് കോവിഡ് ഇതര രോഗങ്ങൾ ചികിത്സിക്കുന്നതിന് പ്രയാസമുണ്ടാക്കിയെന്നത് വസ്തുതയാണ്. ഈ കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശ്വാസകരമായൊരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നുവെന്ന് കാണുമ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രികളടക്കം കോവിഡ് ഇതര രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സാ സൗകര്യം നേരത്തെ ഉള്ളതുപോലെ തന്നെ ഉറപ്പാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂന്നാം തരംഗം ഉണ്ടാകുകയാണെങ്കിൽ കുട്ടികളുടെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് പീഡിയാട്രിക് കെയർ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മുതിർന്നവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം കുട്ടികളിലെ ചികിത്സക്കുള്ള സൗകര്യങ്ങളും വിപുലീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നേരത്തെ തന്നെ ചെയ്യാൻ പോകുന്ന സൗകര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അധികമായി കിടക്കകളുള്ള പീഡിയാട്രിക് ICU സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള പീഡിയാട്രിക് ICU ചിലയിടങ്ങളിൽ അവയുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ജനറൽ ആശുപത്രി, ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി തുടങ്ങിയവയിൽ HDU ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് സ്ഥാപിക്കും. അതല്ലെങ്കിൽ നിലവിലുള്ള പീഡിയാട്രിക് ICU HDUവിലെ കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ആരോഗ്യവകുപ്പ് ഒരുക്കുകയാണ്. ഇതിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ വരെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ വരെ
ഇക്കാര്യത്തിൽ സജ്ജമാക്കി നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവശ്യമായത്ര ഐസൊലേഷൻ വാർഡുകൾ, ഇതിൻ്റെ ഭാഗമായുള്ള ചികിത്സാ സൗകര്യങ്ങൾ, ഓക്സിജൻ ബെഡുകൾ, ICU വാർഡുകൾ എല്ലാം ഇതിൻ്റെ ഭാഗമായി സജ്ജമാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നു വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന ആശങ്കയിൽ നമ്മുടെ സമൂഹം കഴിയേണ്ടതില്ല. ഇത്തരത്തിലുള്ള ഏതൊരു സാഹചര്യത്തെയും നേരിടാനുള്ള സജ്ജീകരണങ്ങളാണ് നാം ഫലപ്രദമായി തന്നെ നടത്തുന്നത്. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കിയതുകൊണ്ട് വീണ്ടും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തെടുത്താൽ തിരുവനന്തപുരം ജില്ല ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നല്ലതുപോലെ വർദ്ധിച്ചൊരു ജില്ലയായിരുന്നു. എന്നാൽ ഈ ഒരാഴ്ച പരിശോധിച്ചാൽ TPR-ൽ ഗണ്യമായ കുറവ് കാണുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത കാണുന്നത് തലസ്ഥാന നഗരിയിൽ വല്ലാത്ത തിരക്ക് കാണുന്നുണ്ട്. ആൾക്കൂട്ടം പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. അത് നഗരത്തിലുമുണ്ട്, നഗരത്തിൻ്റെ ഉൾഭാഗങ്ങളിലുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പൊതുവിലെല്ലാവരും ജാഗ്രത പാലിച്ചു പോകണം. ജില്ലയിലെ 30% കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള, അതാണ് D കാറ്റഗറി, അവിടെ 6 തദ്ദേശ സ്ഥാപനങ്ങളാണ്. അവിടെയാണ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ. അപ്പോൾ അതിന് സമാനമായ നിയന്ത്രണങ്ങളും ഈ 6 തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ C കാറ്റഗറിയിൽ 38 തദ്ദേശ സ്ഥാപനങ്ങളാണ്. അത് 20-ന് മേലെയുള്ളതാണ്, 20 മുതൽ 30 വരെയുള്ളതാണ്. എന്നാൽ B കാറ്റഗറിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം 31 തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്. അത് 8 മുതൽ 20 വരെയുള്ളതാണ്. 8% താഴെയുള്ള A കാറ്റഗറി, അതിൽ 3 തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കോവിഡ്, ഹൈപ്പറൈറ്റിസ്, HIV രോഗികൾക്കായി പോസിറ്റീവ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ മേഖലയിലെ ലയങ്ങളിൽ താമസിച്ചിരുന്ന മുഴുവൻ രോഗബാധിതരെയും DCCകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ കോവിഡ് ബാധിച്ച ക്ഷീരകർഷകരുടെ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാൻ കർഷകർക്ക് സഹായം നൽകുന്നതിനായി ജില്ലാ പഞ്ചായത്ത് ദയ എന്നൊരു പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുണ്ട്. കോവിഡ് സാഹചര്യത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ കണ്ടെത്തി പരിചരണം ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയായ ഒറ്റക്കല്ല കൂടെയുണ്ട് കോട്ടയം നാളെ തുടങ്ങുകയാണ്. കോവിഡ് മരണങ്ങൾ, രോഗബാധ, ആശുപത്രിവാസം, സമ്പർക്ക വിലക്ക്,
ലോക്ക്ഡൗൺ തുടങ്ങിയവ നിരവധി ആളുകൾക്ക് മാനസിക സംഘർഷങ്ങൾക്ക് കാരണമാകാൻ ഇടയുള്ള സാഹചര്യത്തിലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. വാർഡ് തല സമിതികൾ, പ്രൊഫഷണൽ കൗൺസിലർമാർ, 500ഓളം സോഷ്യൽ വർക്ക് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ, ഇവരുടെ എല്ലാം സേവനം ഇതിനായി പ്രയോജനപ്പെടുത്തും. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിനർത്ഥം ഇവിടെ കോവിഡ് നിലവിലില്ല എന്നല്ല. നിയന്ത്രണങ്ങളിൽ അയവ് വന്നതോടെ ചില സ്ഥലങ്ങളിൽ ജാഗ്രതക്കുറവുണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോലീസിൻ്റെ നിർദ്ദേശം മറികടക്കുക, വാക്തർക്കങ്ങളിൽ ഏർപ്പെടുക, അപൂർവം ചില സ്ഥലങ്ങളിൽ അതിനപ്പുറവും കടക്കുക, ഇത്തരം സംഭവങ്ങളിൽ നിയമലംഘകർക്കെതിരെ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് കാറ്റഗറി എയിലായാലും ബിയിലായാലും എല്ലാ സ്ഥലങ്ങളിലും ബാധകമാണ് എന്നത് ഓർക്കേണ്ടതുണ്ട്. പല സ്ഥലങ്ങളിലും ക്വാറൻ്റൈനിൽ കഴിയുന്നവർ ക്വാറൻ്റൈനിലിരിക്കാതെ പുറത്തിറങ്ങുന്ന നിലയുണ്ട്. ഇങ്ങനെ പുറത്തിറങ്ങുന്നവരെ കണ്ടെത്തി കൗൺസിലിംഗ് നൽകി വീടുകളിലേക്ക് മടക്കി അയക്കുന്ന രീതിയാണ് ഇതേവരെ പോലീസ് സ്വീകരിച്ചു വന്നത്. ചില സ്ഥലങ്ങളിൽ നിയമാനുസൃതമുള്ള പിഴയും ഈടാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്വാറൻ്റൈൻ ലംഘിക്കുന്നത് രോഗവ്യാപനം വർദ്ധിക്കുന്നതിനിടയാക്കും. അപ്പോൾ അത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പകർച്ചവ്യാധി നിയമം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇവയെല്ലാം അനുസരിച്ചുള്ള പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് അല്ലാത്ത രോഗങ്ങൾക്കുള്ള ചികിത്സ എല്ലാ രംഗത്തും ആരംഭിച്ചു വന്ന ഘട്ടത്തിലാണ് രണ്ടാം തരംഗം വന്നത്. അതുകൊണ്ടാണ് വീണ്ടും കോവിഡ് ചികിത്സയിലേക്ക് നമുക്ക് മാറേണ്ടി വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി നോൺ കോവിഡ് ചികിത്സ ആവശ്യമായ രീതിയിൽ ആരംഭിക്കുക തന്നെ വേണം. ഇതിൻ്റെ ഭാഗമായി മുഴുവൻ മെഡിക്കൽ വിദ്യാർത്ഥികളെയും ഡോക്ടർമാരെയും ഇതിനകം തന്നെ വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ട്. PG വിദ്യാർത്ഥികൾ, ഹൗസ് സർജന്മാർ എന്നിവർ ഇപ്പോൾ കോവിഡ് ഡ്യൂട്ടിയുടെ ഭാഗമായി പലയിടങ്ങളിലാണ്. അവരുടെ കോഴ്സ് പൂർത്തിയാക്കേണ്ടതുണ്ട്, പഠനം പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമേ അവരുടെ സേവനം ചികിത്സാരംഗത്ത് പൂർണ്ണതോതിൽ ഭാവിയിൽ ഉപയോഗിക്കാനാവും. അത് കണ്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബാങ്കുകളിൽ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബാങ്ക് ഇടപാടുകൾ ഒട്ടുമിക്കതും വീട്ടിലിരുന്ന് ഓൺലൈനായി നടത്താൻ കഴിയുന്നതാണ്. അത് പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ ജനക്കൂട്ടം വലിയ തോതിൽ
ബാങ്കുകളിലേക്ക് എത്തുന്നത് ഒഴിവാക്കാനാകും. ബാങ്കിൽ തന്നെ ബന്ധപ്പെടുന്നതിനുള്ള നമ്പർ പാസ്ബുക്കിലും ചെക്ക് ബുക്കിലുമൊക്കെ ഇപ്പോൾ ബാങ്ക് നൽകുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തവർക്ക് ബാങ്കിൽ തന്നെ വിവരം ലഭിക്കും. ആ സഹായം സ്വീകരിക്കാൻ തയ്യാറാവുക. സഹായം വേണ്ടവർക്ക് മതിയായ രീതിയിൽ സഹായം നൽകാൻ ബാങ്കുകളും തയ്യാറാവുക. വിദേശത്ത് യാത്ര ചെയ്യേണ്ടി വരുന്നവരുടെ ഇവിടുത്തെ കോവിഡ് വാക്സിനേഷൻ നടത്തിയ സർട്ടിഫിക്കറ്റ്, അതിൽ ചില കുറവുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടിയന്തരമായി അവ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാക്സിൻ രജിസ്ട്രേഷൻ കാര്യത്തിൽ ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ, കാഴ്ച പരിമിതിയുള്ളവർ, നിരക്ഷരർ, ഇവർക്കൊക്കെ മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും. അപ്പോൾ വളണ്ടിയർമാർ താമസ സ്ഥലത്തെത്തി അവരെ സഹായിക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ പൊതുവെ ഉയർന്നു വരുന്നൊരാക്ഷേപമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഫീസ് അടച്ചില്ല എന്ന പേരിൽ ഓൺലൈൻ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നത്. അക്കാര്യത്തിൽ ഇടപെട്ട് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കർശനമായ നടപടിയെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PSC പരീക്ഷകൾ ഈ സാഹചര്യത്തിൽ മുടക്കമില്ലാതെ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 7043 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 4248 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 26,64,100 രൂപയാണ് കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. കോവിഡ് ബാധിച്ച് മരണപ്പെടുന്ന തൊഴിലാളികളുടെ ആശ്രിതർക്ക് ആനുകൂല്യമായി ESI കോർപ്പറേഷൻ ആശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതനുസരിച്ച് 1948 ESI നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിത കുടുംബങ്ങൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. തൊഴിലാളിയുടെ വേതനത്തിൻ്റെ 90% വരെയുള്ള തുക ആശ്രിത കുടുംബങ്ങൾക്ക് നിശ്ചിത അനുപാതത്തിൽ വിഭജിച്ച് എല്ലാ മാസവും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ഇത് പ്രകാരം കുറഞ്ഞ ആനുകൂല്യം പ്രതിമാസം 1800 രൂപയായിരിക്കും. മരണപ്പെട്ട തൊഴിലാളിയുടെ ഭാര്യക്കോ ഭർത്താവിനോ വർഷത്തിൽ 120 രൂപ അടച്ചാൽ ESI ചികിത്സാ ആനുകൂല്യം ലഭിക്കും. 24/3/2020 മുതൽ മുൻകാല പ്രാബല്യത്തോടെ 2 വർഷത്തേക്കാണ് പദ്ധതി നടപ്പാക്കുക. പൊതുവെയുള്ള സഹായകാര്യങ്ങളാണ്.
മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറായിരുന്ന MB വീരേന്ദ്രകുമാറിൻ്റെ സ്മരണക്കായി കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ഓക്സിജൻ ബെഡുകൾ സജ്ജീകരിക്കും. 62 കിടക്കകൾക്കുള്ള ഓക്സിജൻ പോർട്ടുകളാണ് മാതൃഭൂമി നൽകുന്നത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് വയനാട്ടിലെ ആധുനിക ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തത കണക്കിലെടുത്താണ് ഓക്സിജൻ പോർട്ടുകൾ നൽകുന്നത്. പോർട്ടുകൾ സ്ഥാപിച്ച് ഓക്സിജൻ കിടക്കകൾ സജ്ജീകരിക്കുന്ന പ്രവൃത്തി ആശുപത്രിയിൽ തുടങ്ങിയിട്ടുണ്ട്. കേരള NGO യൂണിയൻ ഡിജിറ്റൽ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2,50,00,000 രൂപ ചെലവിട്ട് ഉപകരണങ്ങൾ വാങ്ങി നൽകാൻ തീരുമാനിച്ചതായി അറിയിച്ചിട്ടുണ്ട്. കേരള PSC എംപ്ലോയീസ് യൂണിയൻ അംഗങ്ങൾ ആദ്യ ഗഡുവായി ദുരിതാശ്വാസ നിധിയിലേക്ക് 61,17,918 രൂപ നൽകിയിട്ടുണ്ട്. തപാൽ മേഖലയിലെ ജീവനക്കാരുടെ സംഘടനയായ നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് സംസ്ഥാന കമ്മിറ്റി 30,11,276 രൂപ. സർവീസിൽ നിന്ന് വിരമിച്ച സർക്കാർ കോളേജ് അധ്യാപകരുടെ കൂട്ടായ്മയായ കേരള ഗവൺമെൻറ് കോളേജ് റിട്ടയേർഡ് ടീച്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 28,85,000 രൂപ. കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 12,05,500 രൂപ. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓഫീസർമാരുടെ സംഘടന സ്പാറ്റോ 12 ലക്ഷം രൂപ. കോഴിക്കോട് ജില്ലയിലെ DYFI തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റി വിവിധ പ്രവർത്തനങ്ങളിലൂടെ ശേഖരിച്ച 8,11,952 രൂപ. നേമം ബ്ലോക്ക് പഞ്ചായത്ത് 8 ലക്ഷം രൂപ. ബാലരാമപുരം സർവീസ് സഹകരണ ബാങ്ക് 7,94,483 രൂപ. അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് അംഗങ്ങൾ 6,48,500. ഇൻഫർമേഷൻ കേരളയിലെ ജീവനക്കാരുടെ യൂണിയൻ എംപ്ലോയീസ് ഫെഡറേഷൻ അറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി 5,93,173. തിരുവനന്തപുരം മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. പാപ്പനശ്ശേരിയിലെ കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രോഡക്ട്സ് ലിമിറ്റഡ് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 5 ലക്ഷം. നാടക പ്രവർത്തകരുടെ സംഘടന നാടക് 3,58,102 രൂപ. ഓൾ കേരള +2 ലാബ് അസിസ്റ്റൻ്റ് അസോസിയേഷൻ 3 ലക്ഷം. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലുള്ള ICPSലെ എംപ്ലോയീസ് യൂണിയൻ 2 ലക്ഷം. വെഞ്ഞാറമ്മൂട് പുല്ലുംപാറ സർവീസ് സഹകരണ ബാങ്ക് 2 ലക്ഷം. ചേർത്തല താലൂക്കിലെ ചെറുകിട കയറുൽപ്പന്ന നിർമ്മാതാക്കളുടെ സഹകരണ സംഘം 2 ലക്ഷം. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പോർട്സ്മൗത്ത് ബ്രാഞ്ച് ഇംഗ്ലണ്ട് 2 ലക്ഷം രൂപ. കുടുംബശ്രീ CDS ചിതറ 1,75,000. ശ്രീകണ്ഠപുരം റേഞ്ച് ചെത്തുതൊഴിലാളി യൂണിയൻ CITU 1,54,300. വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ 6 ദിവസത്തെ ശമ്പളത്തിൽ നിന്ന് 1,14,630. കേരള ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയൻസ് അസോസിയേഷൻ സമാഹരിച്ച 1,18,000. ബാർ അസോസിയേഷൻ വടകര 1 ലക്ഷം. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.